കാനഡയിൽ നമുക്ക് 10 വർഷത്തെ വിസ 10 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റിംഗ് വിസയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറിംഗ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് വിസ യൂസ് ചെയ്യാം. 2 ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അവിടെ ചെന്ന് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് വർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ത്രൂ ജോബിലോട്ട് കൺവേർട്ട് ആവാം. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെഫ്യൂജി വിസയാണ്. ഈ റെഫ്യൂജി വിസയിൽ നമുക്ക് പോസിറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവും വരുന്നുണ്ട്. പോസിറ്റീവ് എന്താന്ന് പറഞ്ഞാൽ റെഫ്യൂജി വിസയിലോട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ 100% ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഓപ്പൺ വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ജോബ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് തനിയും ജോബ്സ് കണ്ടുപിടിക്കാം. നിങ്ങൾ ജോബ് കണ്ടുപിടിച്ചിട്ട് ഓക്കെ അല്ല, നിങ്ങൾക്ക് ജോബൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ജോബിലോട്ട് കൺവേർട്ട് ആവാൻ പറ്റും. പിന്നീട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഫ്യൂജിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞ് അവിടെ എത്തി ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് ഗവൺമെൻറ് ഫണ്ട് കിട്ടിത്തുടങ്ങും. ഏകദേശം $700, നമ്മുടെ നാട്ടിൽ ഒരു 50,000 രൂപയ്ക്കടുത്ത് ഗവൺമെൻറ് ഫണ്ട് നമുക്ക് കിട്ടിത്തുടങ്ങും. ഇതിലെല്ലാം ഉപരി നമുക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ വിതൗട്ട് IELTS നമുക്കൊരു 1 and 2 ഇയറിനുള്ളിൽ PR കിട്ടും. PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ വൈഫ്, കുട്ടികൾ, അങ്ങനെ റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് കാനഡയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇനിഷ്യൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 10,000 അടച്ച് നിങ്ങൾക്ക് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 10,000 രൂപ നമ്മുടെ കമ്പനി അക്കൗണ്ടിലോട്ട് ഫസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് ചെയ്യുക. ഈ പേയ്മെൻറ്റ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അസറ്റ് വാല്യുവേഷനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപ്പ് ആൻഡ് ഡൗൺ ഡമ്മി ടിക്കറ്റിന് വേണ്ടിയാണ്. അതിനുശേഷം സാറിന് എപ്പോൾ വേണമെങ്കിലും കാനഡയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. ഇനി വിസ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിളായിട്ട് വെക്കുന്ന ഒരാൾക്ക് 5.5 lakh ആണ്. അതല്ല ഇപ്പം മാരീഡ് ആണ്, വൈഫിനെയും കൂടെ ആഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1 lakh കൂടെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ അപ്രൂവലായി നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുമല്ലോ പാസ്പോർട്ട്, അപ്പം മാത്രം നമ്മുടെ എമൗണ്ട് പേ ചെയ്താൽ മതി.